മഹനീയമായ ഈ ഓഡിറ്റോറിയത്തിന്റെ പടിവിട്ടിറങ്ങി സൂര്യകാന്തി ശോഭയോടെ നമ്മുടെ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ രക്ഷകർത്താക്കളായ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും, മക്കളെ ആരാക്കും എന്ന ചോദ്യം. ദയവായി ജെറോണിക്കിനെ പോലെ മിടുകനായ കളക്ടറാക്കുമെന്നോ ഡോക്ടറാക്കുമെന്നോ എഞ്ചിനീയറാക്കുമെന്നോ പോലീസാക്കുമെന്നോ ജഡ്ജിയാക്കുമെന്നോ വക്കീലാക്കുമെന്നോ ഗുമസ്തനാക്കുമെന്നോ പ്രഭാഷകനും പ്രൊഫസറാക്കുമെന്നോ ഉള്ള സ്ഥിരം മറുപടികൾ നിങ്ങൾ പറയാനേ പാടില്ല. നാം സൂര്യകാന്തിയുടെ തണലിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ്. സൂര്യകാന്തിയുടെ തണലിൽ അതിൻ്റെ ഗന്ധമേറ്റ് അതിൻ്റെ നിറം കണ്ട് ആ സൂര്യോദയത്തിൻ്റെ കരുത്തോടെ മക്കളെ ആരാക്കുമെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ശിരസ് കുനിയാതെ ഉയർത്തിപ്പിടിച്ച ശിരസോടെ ഏറ്റവും കരുത്തുറ്റ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ അവരോട് മറുപടി പറയണം. മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഞങ്ങൾക്കുള്ളൂ. അത് ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്നായിരിക്കണം ആ ഉത്തരം എന്ന സവിനയം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആലോചിച്ചത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹോമോസാപ്പിയൻസിൽ നിന്ന് ആൾക്കുരങ്ങ് മനുഷ്യനായി മാറിയ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലെ മനുഷ്യനല്ല. ലോകത്തിന്റെ സകല ചരാചരങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്ന, മാനവികതയുടെ കൊടിയടയാളങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന മനുഷ്യരായ മക്കളാണ് ഈ നാട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം. മനുഷ്യരായ മക്കളും ഒത്തു നടക്കാൻ സൂര്യകാന്തി നിങ്ങൾക്കൊരു തണലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉന്നത വിജയം നേടി ഈ സൂര്യകാന്തിയിൽ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാവർക്കും കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ നേരാൻ ഞാൻ ഈ അവസരം